എവരിവൺ, ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലാണുള്ളത്. കാരണം നമ്മളുടെ ഈ ദുബായ് ലൈഫിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മുടെ കുഞ്ഞു മക്കളെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ വളരെ സേഫ് ആയിട്ട് ആക്കിയിട്ട് പോകണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം അല്ലേ. നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒരേ ടൈം വർക്കിന് പോകുന്നവർക്ക് നമ്മുടെ കുട്ടികൾ എവിടെ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വിടുമ്പോഴായാലും അവർ സേഫ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഹോം ഫീൽ അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ലേണിംഗ് സെന്റർ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ജസ്റ്റ് നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമുക്ക് അതിന്റെ ഡയറക്റ്റ് ഓണേഴ്സ്, മാനേജിംഗ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹായ്, ഹൗ ആർ യു? Fine, thank you. How are you? ആക്ച്വലി നമ്മൾ വളരെ ഹോം ഫീൽ ആയിട്ടൊക്കെ കുഞ്ഞു മക്കൾക്ക് വളരെ ഹോം ഫീൽ കൊടുക്കുന്ന ഒരു ലേണിംഗ് സെന്റർ ഉണ്ടെന്ന് ദുബായിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാട്ടോ ഞാൻ. അപ്പൊ ഇതിനെ കുറിച്ചൊരു വീഡിയോ കാണിച്ച് എല്ലാവരും എന്റെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അന്നേരം ഈ സെന്ററിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നതിനെക്കാട്ടി ആധികാരികമായിട്ട് അതിന്റെ എന്ത് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഡയറക്റ്റ് ഒന്ന് പറഞ്ഞു പേരും കാര്യങ്ങളും നമ്മുടെ സെന്ററിന്റെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ. തീർച്ചയായിട്ടും. എൻ്റെ പേര് ജിജിമോൾ കുര്യൻ എന്നാണ്. ലേണിംഗ് സെന്ററിന്റെ പേര് ഷമാർ ലേണിംഗ് സെന്റർ എന്നാണ്. ഷമാർ എന്ന് പറഞ്ഞാൽ സേഫ് ടുമോറോ, അല്ലെങ്കിൽ സേഫ് ഗാർഡ്, അല്ലെങ്കിൽ വാച്ച് ഗാർഡ്, ഓവർ സീ, അങ്ങനെയുള്ള മീനിങ് വരുന്നതാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സെന്ററാണ്. ഞാൻ ബൈ പ്രൊഫഷൻ HR ആണ്. ഇത് സെന്റർ തുടങ്ങാൻ കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും പിന്നെ എൻ്റെ ഒരു പാഷനും വെച്ചിട്ടാണ് ഞാനത് തുടങ്ങുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു GCC അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, പുറത്തുള്ള പ്രവാസി ജീവിതത്തിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾക്ക് എവിടെ സേഫായിട്ട് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടുക്കുന്ന ഇതുണ്ട്, ഹാഫ് ഡേ വരുന്നതുകൊണ്ട്. അപ്പോൾ വർക്കിംഗ് പാരൻസിന് എപ്പോഴും ഉള്ളൊരു കൺസേൺ ആണ് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർ എന്താ ചെയ്യുക, സാധാരണ അവരുടെ കുട്ടികളെ നാട്ടിലാക്കും, കാരണം അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിത് തുടങ്ങിയത് തന്നെ ഒരു ഇക്കോണമിക്കലി അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും അഫോർഡബിൾ ആയിട്ട് കുഞ്ഞുങ്ങളെ സേഫായിട്ട് ഏൽപ്പിക്കാനും അവരുടെ പഠനവും, അതായത് അക്കാഡമിക്സും പേഴ്സണൽ ഡെവലപ്മെൻറ്റും പിന്നെ ഓവറോൾ ആയിട്ട് അവരുടെ ഈച്ച് ആൻഡ് എവറി ഏരിയാസിൽ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, നമ്മൾക്ക് ബാക്കിയുള്ള ലേണിംഗ് സെന്ററിൽ നിന്ന് നമ്മളുടെ ഷമാർ ലേണിംഗ് സെന്റർ എന്താണ് ഡിഫറൻസ്, സ്പെഷ്യാലിറ്റി? ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കത്തില്ല എന്താണ് അവിടെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഒത്തിരി ലേണിംഗ് സെന്റേഴ്സ് ഉണ്ടല്ലേ? ഒത്തിരി ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്, പക്ഷേ നോട്ട് ഓൺലി ഇൻ ദുബായ്, ദ ഹോൾ വേൾഡ്. അപ്പൊ അവിടെ വരുമ്പോഴാണ് ഷമാർ സ്റ്റാൻഡ്സ് എല്ലാം. ഷമാറിൻ്റെതായ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ വീടല്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല. പിന്നെ അവർക്ക് ഒത്തിരി കളിക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അവരുടെ ഡെവലപ്മെന്റ് പ്രോസസ്സ്, കുട്ടികളുടെ നടത്തം തൊട്ട് ഓരോ ഏജിലുള്ള വളർച്ചകൾ വരയ്ക്കും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് പാരന്റ്സിന് കൊടുക്കാറുണ്ട്. ഒരു 2+ ഇയേഴ്സ് തൊട്ടിട്ട് 2+ ഇയേഴ്സ്. അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, 2+ ഇയേഴ്സ് തൊട്ടിട്ടാണ് ഇവിടെ ഷമാർ ലേണിംഗ് സെന്ററിൽ അപ് ടു ഏത് ഏജ് വരെയാണ്? ഏത് ക്ലാസ്? 7th grade 12 വരയ്ക്കുണ്ട്. grade 12 വരേക്കാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഫുൾ ഡേ പ്രോസസ് ആണോ, എന്താണ് ശരിക്കുമുള്ള ഫുൾ ഡേ പ്രോസസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KG, pre-KG, അത് കഴിഞ്ഞിട്ട് ഡേ കെയർ ഉണ്ട്. ഓക്കെ. പിന്നെ സ്കൂൾ ഗോയിങ് ചിൽഡ്രന് അവർക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരാം. ഗോയിങ് ഹോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേബി സിറ്റിങ്ങിൽ, ഹോം ബേബി സിറ്റിങ്ങിൽ ഡേ കെയറിൽ പോകുന്നതിലുപരിയായിട്ട് കൊച്ചുങ്ങളെ നമ്മൾ ബസ്സിൽ നിന്ന് എടുക്കും, സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യും. പിന്നെ അവരെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത്, ഹോം ഫുഡ് കൊടുത്ത് നല്ലപോലെ അവരെ നോക്കി അവരുടെ എഡ്യൂക്കേഷൻ ഫുഡ് ഇവര് 3 times ഇവർക്ക് ഇപ്പം കുട്ടികൾ ഡേ കെയർ അല്ലെങ്കിൽ grade 1 പിന്നെ KG, pre-KG ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവർ ഫുഡ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യാണ്. അതും വളരെ ന്യൂട്രീഷ്യനിസ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അത് അവർ പേരൻസിന് കാണിച്ചു കൊടുക്കും എന്തൊക്കെയാണ് അവർ. മൺഡേ ഏത് ഫുഡാണ്, ട്യൂസ്ഡേ ഏത് ഫുഡാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്പെഷ്യൽ ഫാം പോലെ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് ഇപ്പം ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ അത് ഡയറക്റ്റ് കണ്ട് അത് തന്നെയാണ് ഇവർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സ്പെഷ്യാലിറ്റീസ് ഞാൻ പേഴ്സണലി കണ്ടറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് പുറത്തു പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. തീർച്ചയായും ടൂർ പോലെ നമ്മുടെ ഒരു സ്കൂൾ ടൂർ.
ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ അല്ലേ? അപ്പൊ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആയത് നിങ്ങളുടെ ആ ഒരു 30,000 മേളില് പോകും. അപ്പൊ നിങ്ങൾ അറൌണ്ട് 30,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ സ്റ്റേ ചെയ്യുന്നത് അറൌണ്ട് ഇപ്പൊ 1 BHK ആണെങ്കിൽ 800 സ്ക്വയർ ഫീറ്റ്, അല്ലെങ്കിൽ ഒരു 2 BHK ആണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ്. നമ്മുടെ കുട്ടികളൊക്കെ ആ ഒരു ഏരിയയിൽ നിന്നിട്ടായിരിക്കും ഇപ്പൊ കളിക്കാനായാലും ജസ്റ്റ് ബാൽക്കണിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലേയിങ് ഏരിയ തന്നെ ഉണ്ട് അല്ലേ? ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറും ഉണ്ട്, പുറത്ത് കളിക്കാനുള്ള സൗകര്യം. ഇപ്പൊ സമ്മർ ടൈമിലാണെങ്കിൽ നമുക്ക് ഇൻഡോർ ഫെസിലിറ്റി ഉണ്ട്, അതല്ല വിന്റർ ടൈമിലാണെങ്കിൽ ഔട്ട്ഡോറിൽ ഇത്രയും ഏരിയാസ് ആണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നോക്ക്, അവരുടെ പ്ലേയിങ് ഏരിയ ഏത് ടൈപ്പ് വേണമെങ്കിലും ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉള്ളത് നെക്സ്റ്റ് ട്രെയിനിങ് കൊടുക്കാനുള്ളത് ഇവർക്ക് എങ്ങനെയാണ് ചെടി വളർത്താനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്, പൂ വളരുന്നത് എങ്ങനെയാണ്. പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസോടെ ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കാണുമായിരിക്കും, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു പ്ലാന്റേഷൻ അങ്ങനത്തെ റിലേറ്റഡ് മാറ്റർ ഒക്കെ അവര് വളരെ വീക്ക് ആയിരിക്കും. ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്കെല്ലാം ലാക്ക് ആകുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇവര് പേഴ്സണലി അത്ര എഫോർട്ട് എടുത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ഫെസിലിറ്റി നല്ലപോലെ ഉണ്ട്. അപ്പൊ വൈകുന്നേരത്തെ കുട്ടികൾക്ക് ഓടി കളിക്കാനായിട്ടാണെങ്കിലും ഫുട്ബോൾ കളിക്കാനൊക്കെ ആണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ വിന്റർ ടൈമിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ നടത്താനും സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ നല്ല ഏരിയാസ് ആണ്. ഇപ്പൊ റണ്ണിങ് റേസ് അല്ലെങ്കിൽ ഇപ്പൊ ബാഡ്മിന്റൺ കളിക്കണം, അങ്ങനെ എന്ത് ഫെസിലിറ്റീസിനും നമുക്ക് ഇവിടെ ഒരു സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ ഇതാണ് ഇത്രയാണ് നമ്മുടെ ഔട്ട്ഡോർ ഏരിയാസ് അല്ലേ? ഫ്രണ്ട് ഏരിയ. ഇനി നമുക്ക് ബാക്ക്യാർഡ് ഉണ്ട്. ബാക്ക്യാർഡിൽ കുറെ അതേപോലെ നമ്മള് വെജിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ നമ്മുടെ വെജിറ്റേഷൻ ഇവിടുന്ന് തുടങ്ങുന്നത്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഇതൊക്കെ കുറച്ചിങ്ങനെ ഉണങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള പച്ചക്കറികൾ നട്ട് അതിന് വെള്ളം ഒഴിക്കാനും അതിനെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ പറയാനൊക്കെ ആയിട്ടാണ്. ഇതിപ്പോ വെണ്ട ഇപ്പൊ സമ്മർ ആയതിന് ഉണങ്ങി തുടങ്ങി. ഇത് ഗ്രൗണ്ട് നട്ട്സ് നട്ടേക്കണാണ്. ഓൾറെഡി അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പൂക്കളും ഇതൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, നമുക്ക് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ റെയിൻ വന്ന സമയത്ത് കുറെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ പപ്പായ നമ്മള് ദുബായില് ഡയറക്റ്റ് പപ്പായ ഒക്കെ അതും സ്കൂളില് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു രീതിയൊക്കെ. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാരണം എന്താണ്? ആ ഐഡിയോളജിയുടെ പിന്നിലുള്ള ഇവിടുത്തെ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇതിങ്ങനെ ചെടിയിൽ വരട്ടാണെന്ന് അറിയില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിയുമ്പോ അവര് വിചാരിക്കുന്ന ഈ സാധനം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് മുളക് ചെടിയാണ്. അപ്പൊ മുളക് ചെടി പല ടൈപ്പ് മുളക് ചെടികളുണ്ട്, കറിവേപ്പുണ്ട്, ചേന ഉണ്ട്, ചേമ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നട്ടേക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഓർഗാനിക്. ഒരു പച്ചക്കറി നമ്മൾ ഇതിനകത്ത് ഒന്നും ഒരു കൊടുക്കുന്ന ഫുഡ് വരെ ഓർഗാനിക് ആയിട്ട് അവർ ഒരു ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ, ഇതിൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത്രയും ന്യൂട്രീഷ്യനിസ്റ്റ് ആയിട്ടുള്ള ഫുഡും നമുക്കിപ്പോ ഇവിടെ കിട്ടുന്ന പല ഫുഡ്സും ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്ന ഫുഡുകൾ നമുക്കറിയാം എല്ലാം പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുള്ള ഫുഡാണ്. അപ്പൊ ഇത് നമുക്ക് 3 times ആണ് ഇവരത് കൊടുക്കുന്നത്. ആ ഫെസിലിറ്റി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോ നമ്മുടെ വിന്റർ ടൈമിലുള്ള വഴുതനങ്ങ ബാക്കിയുള്ളതാണ്. പിന്നെ അത് നമ്മുടെ നാട്ടിലെ അമരയ്ക്ക, മുളക്, പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഒരു പുളി ഒരു ഇതാണത് കരിമ്പുണ്ട്. അത് നിൽക്കുന്ന കരിമ്പാണ് ചെടിയായിട്ട് നിൽക്കുന്നത്. കുട്ടികൾക്ക് ഇപ്പൊ ഷുഗർ കെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൊണ്ട് ഇതിനെ നമ്മളിപ്പോ ഓരോ സ്ഥലങ്ങളിലും ഇനിയിപ്പോ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഇപ്പൊ വിന്റർ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെല്ലാം പേര് ഓരോ സാധനത്തിന്റെ പേരുകൾ എഴുതി നമ്മൾ വെക്കാൻ തുടങ്ങും. ഡ്രംസ്റ്റിക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല, ഇതിന്റെ ഇല ഇവിടെ നിന്നും അല്ലാതെ നമ്മൾ കിട്ടുന്ന മുരിങ്ങയില ഇവരുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദോശക്കകത്ത് അല്ലെങ്കിൽ അപ്പത്തിനകത്തൊക്കെ നമ്മൾ അതിന്റെയും ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നതുണ്ട്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് ടൈം കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ആണ്. റോസ്മേരി ഉണ്ട്. അപ്പൊ ഇങ്ങനെ പലതരം കാര്യങ്ങള് ഇവിടെ നിന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ട്. പനിക്കൂർക്കയുണ്ട്, അവിടെ പനിക്കൂർക്കയുണ്ട്. പനിക്കൂർക്ക, തുളസി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ. അപ്പം തുളസി, ഇത് പനിക്കൂർക്കയുടെ ഇല, പിന്നെ ജിഞ്ചർ, ഹണി എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് ചെറുനാരങ്ങാണ്. ചെറുനാരങ്ങ ഇത്തിരി വെയിറ്റ് കൂടി പോയിട്ട് പൊട്ടി വീണു.
അപ്പം പക്ഷെ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലെമണൊക്കെ ലെമൺ എടുക്കാം. അത് ജ്യൂസ് ഒക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. അതാണല്ലേ വന്നപ്പോ നമ്മളോട് ലെമൺ ടീ ചോദിച്ചത്. ഇത് നമ്മൾക്ക് നാട്ടിലെ കോവില് കയറ്റാനുള്ള പന്തല് റെഡിയായി. പക്ഷെ കോവിൽ ഉണങ്ങി തുടങ്ങി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിന് വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫിഗ് ആണ്. ഇത് വേറൊരു വെറൈറ്റി പപ്പായ ആണ്. അവിടെ നമ്മൾ റെഡ് ലേഡി കണ്ടു. ഇത് നാടൻ ഇതാണ്. ഇതിന് കാഴ്ച വരുമ്പോഴേ അറിയുള്ളൂ ഇത് എങ്ങനെ ഇരിക്കാന്നുള്ള ടേസ്റ്റ് ഒക്കെ. ഇപ്പം അത് പഴുക്കണം. അപ്പൊ പഴുത്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് തന്നെ കൊടുക്കാം. പിന്നെ ഇത് കപ്പ, നമ്മുടെ നാടൻ കപ്പ നാട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. കുട്ടികൾക്ക് കാണാനായിട്ട് ഇത്രത്തോളം ആയി. പറയുമ്പോഴത്തേക്ക് ഉടനെ നമുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്, അങ്ങനെ അതിന്റെ അത് നമ്മുടെ പോമഗ്രാനൈറ്റ്. പിന്നെ അത് നമ്മുടെ ലെമൺ തന്നെ. എന്തെങ്കിലും ഒരു സാധനം പറയുമോ? ചീരയുണ്ട്. ചീരപ്പോ അത് കുറച്ചേ ഉള്ളൂ. വേറെ നമ്മളിതിപ്പോ ഒരു ലേണിംഗ് സെന്റർ തുടങ്ങിയിട്ട് ഇപ്പൊ 6 വർഷമായി. പക്ഷെ ഈ ലൊക്കേഷനിലേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മള് 3 മാസമായുള്ളൂ. നേരത്തെ അബുഹയിലായിരുന്നു. അപ്പൊ ഇവിടോട്ട് 3 months 3 months ആയിട്ടുള്ളൂ. അപ്പൊ കൊച്ചുങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ചൂടായതുകൊണ്ട് 3 months കൊണ്ടുള്ളതാണ് ഇത്രേ. അപ്പൊ ഇനി ഒരു 1 year കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്തായിരിക്കും ഇവിടെ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ നാടൻ മൾബറിയാണ്. ഇത് നമ്മുടെ അതിനൊരു സ്റ്റാഫ് നാട്ടിൽ നിന്ന് അതിന്റെ തണ്ട് കൊണ്ടൊന്ന് മുളപ്പിച്ച്. അപ്പൊ ഈ ഏരിയ എന്തിനാണ്? ഈ ഏരിയ ആക്ച്വലി പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്നത്. ആക്ടിവിറ്റീസ് ആണ്. പ്ലേ ഏരിയ ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ അത് നമുക്കൊരു ട്രീ ഹൗസ് ആണത്. ട്രീ ഹൗസ് പറഞ്ഞാൽ നാട്ടിലത്തെ. അപ്പൊ ഇതിന്റെ താഴെ നമുക്ക് കുറച്ച് പാർക്ക് ഏരിയ പോലെയൊക്കെ വരാനുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വിന്റർ ടൈമിൽ പുറത്തിരുന്ന് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മുടെ ഇത് പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനൊക്കെ പറ്റിയ പ്ലേസ് ആണ്. പിന്നെ ഇത് ഗാർഡൻ, പൂക്കള് ഉണ്ട്, ഇഷ്ടംമാരി ഉണ്ട്. അപ്പം ഇന്നിപ്പോ നമുക്ക് സമ്മർ ക്യാമ്പിന്റെ ഇത് നടക്കുകയാണ്. ഇനോഗ്രേഷൻ ഇപ്പൊ രാവിലെ നമ്മളിത് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ജൂലൈ 1st ആണ് ഇവര് ജൂലൈ 1st ഇനോഗ്രേറ്റ് ചെയ്തത് എന്നാണ്. പിള്ളേരുടെ പ്രോഗ്രാം നല്ല കുഴപ്പമില്ല. സമ്മറിൽ നാട്ടിൽ പോകാത്ത കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഫൺ ആക്ടിവിറ്റീസ് ആണ്. ഇതിപ്പോ നമ്മള് ഇതൊരു ഇൻഡോർ ആക്ടിവിറ്റി ഏരിയ ആണിത്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ ഇനി കുറച്ചും കൂടെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഇൻഡോർ പ്ലേ ഐറ്റംസ്. ഇതിന്റെ 3 months ആയിട്ടുള്ളവർ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. ഹാഫ് ആയപ്പോ തന്നെ ഇത്ര അടിപൊളിയാണ്. അപ്പൊ അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും ഒരു 6 months കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ വരുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി. ഇത് നമ്മളുടെ ക്ലാസ് റൂംസ് ഒക്കെയാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇട്ടേക്കുന്ന ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. ഇതായിരിക്കും ക്ലാസ് റൂമിന്റെ ഒക്കെ ഇന്റീരിയർ. കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെയർ, ടേബിള്. എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. മെയിൻ ആയിട്ട് എൻട്രൻസ് ഇതാണ്. കുട്ടികളും പാരന്റ്സ് ഒക്കെ ഇതിലാണ് വരിക. രാവിലെ കുട്ടികളെ വെൽക്കം ചെയ്യുന്ന ഈ വഴിക്കായിരിക്കും പാരന്റ്സ് വരുന്നത്. കുട്ടികൾ വരും. ഔട്ട്സൈഡ് ഏരിയ കാണും. ഇപ്പൊ ഇവിടെ വരും. ഇവിടെ വരുമ്പോ നമ്മുടെ ട്രഡീഷണൽ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ട്രഡീഷണൽ ആയിട്ട് നാട്ടിലെ എല്ലാ രീതികളും കവർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കൊരു ഹോസ്റ്റസ് ഉണ്ടാവും. രാവിലെ വരുമ്പോ കുട്ടികളെ റിസീവ് ചെയ്യാനായിട്ട്. അപ്പൊ കുട്ടികളെ എടുത്തിട്ട് അവര് നമ്മൾക്ക് ഏതൊക്കെ നാഷണാലിറ്റീസ് ആണ് കുട്ടികൾ? നമുക്ക് നേരത്തെ ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് മൾട്ടി കൾച്ചറൽ ആയിട്ട് ഇപ്പൊ വരാൻ തുടങ്ങി. ഇവിടേക്ക് മൂവ് ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള ഒരു ഇതും കൂടെ നമുക്ക് വരാൻ മലയാളികൾക്ക് കുറച്ചും കൂടെ ഒരു കാരണം നമ്മൾ ഇക്കോണമിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. ഇത് നമ്മുടെ ഇത് കുറച്ചും കൂടെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതൊരു ക്ലാസ് റൂം ആണ്. അതായത് സ്പെഷ്യൽ അറ്റൻഷൻ. നമുക്ക് എത്ര ക്ലാസ് റൂംസ് ഉണ്ട്? നമുക്ക് ഇവിടെ ഒരു 14 ക്ലാസ് റൂമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓപ്പൺ സ്പേസ് ആയിട്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഒരു ടീച്ചേഴ്സ് ലോഞ്ച് ആണ്. അപ്പൊ ടീച്ചേഴ്സിന് വന്നിരിക്കാനും പ്രിന്റ് എടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങള് ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ ടീച്ചേഴ്സും എങ്ങനെയാണ്? എല്ലാ കൾച്ചറിലും ഉള്ളവരും ഉണ്ടോ? എല്ലാ കൾച്ചറിലും. കാരണം ലാംഗ്വേജ് നമ്മൾ ചിലർക്ക് ഓരോ നാഷണാലിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ഇത് ആക്ച്വലി 4 ലെവൽസ് ഉണ്ട്. 4 levels. ഇതിപ്പോ നമ്മള് ലെവൽ 1 എന്ന് പറയും. ഇവിടെ നമുക്ക് ബിലോ 4 years ഈ ഫ്ലോറിലുള്ളത്. പ്രീ KG, നഴ്സറി ആൻഡ് പ്രീ KG. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് പ്ലേയിങ് ഏരിയയിലേക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് വൈകുന്നേരത്ത് ഇവിടുന്ന് ഇങ്ങനെ കളിക്കാൻ പോകാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട്
വിടാൻ പറ്റണില്ല പുറത്തേക്ക്. അപ്പൊ നമുക്ക് ക്ലാസ് റൂംസ് ആണ് മെയിൻ, അതാണ് എനിക്ക് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. Okay, move from the door. Hello. Hello. Good evening, ma'am. Good evening to you. How are you? How are you? This is a model class. You can see these are the things like കുട്ടികൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വോളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ്, ഷേപ്സ്, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ഡേയ്സ് ഓഫ് ദ വീക്ക്, പിന്നെ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ എല്ലാം നമ്മൾക്ക് മാനേഴ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം. വിൻഡോയിന് കുട്ടികൾക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. പച്ചക്കറി തോട്ടൊക്കെ ഇവിടെ നിന്നിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ഡിഫറെന്റ് നാഷണാലിറ്റി കുട്ടികളാണുള്ളത്. അവരിപ്പോ ആക്ച്വലി 3 kg കുട്ടികളാണ്, അതായത് 3 to 4 നെക്സ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരിപ്പം രാവിലത്തെ സെഷൻസ് കഴിഞ്ഞു, വൈകുന്നേരം ആക്ടിവിറ്റിയും കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ അവർ ഈവനിങ് ആയിട്ടുള്ള സ്നാക്സ് കാര്യങ്ങളെല്ലാം 4:30 അതെല്ലാം എല്ലാം ഫിനിഷ് റെഡി ടു ഗോ ഹോം. ഓക്കെ. വെരി നൈസ് അറ്റ്മോസ്ഫിയർ, ഐ ലൈക്ക് ഇറ്റ്. ഹലോ. Need to come with me? Huh? Will you come? ഓക്കെ. ഇപ്പൊ കഥയെ നടക്കാം. ഓക്കെ. ഇതിപ്പോ വൈകുന്നേരത്തെ ആക്ടിവിറ്റീസും കഴിഞ്ഞ് കൊച്ചുങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല വീട്ടിലേക്ക് പോകുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി വരാനുള്ള പാരന്റ്സ് വരാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. അതാണ് ആരും ഹായ് പറയാത്തത്, കാരണം വീട്ടിൽ പോകണമല്ലോ, വീട്ടിൽ പോകണമെന്നല്ലോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എല്ലാ ക്ലാസ് റൂംസും നമുക്ക് സൺലൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഇതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തേക്ക് കാണാനുള്ള സൺലൈറ്റ് കിട്ടും. ഇപ്പൊ ഡേ ടൈമിൽ നമ്മൾ ലൈറ്റ് ഒന്നും ഇടാറില്ല, നാച്ചുറൽ ലൈറ്റ്സ് തന്നെയാണ്. ക്ലാസ് ടീച്ചർ അങ്ങനെ ഉണ്ടോ? ഉണ്ട്, ക്ലാസ് ടീച്ചർ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് ടീച്ചറും ഉണ്ടാവും. ഒരു ക്ലാസ് ടീച്ചറും ഒരു അസിസ്റ്റന്റ് ടീച്ചറും ഉണ്ട്. 15 to 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പൊ നാനി ഉണ്ടാവും. വാഷ്റൂംസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. കണ്ടത് പ്രീ KG സെക്ഷൻ ആയിരുന്നു, ഇനിയുള്ളത് നഴ്സറി സെക്ഷൻ. ഇവിടെ നമുക്ക് ഒരു 2 years plus 2 to 3 ഒക്കെ അധികം നടക്കാം. ഇതിപ്പോ വൈകുന്നേരത്തെ ആക്ടിവിറ്റീസും കഴിഞ്ഞ് കൊച്ചുങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല വീട്ടിലേക്ക് പോകുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി വരാനുള്ള പാരന്റ്സ് വരാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. അതാണ് ആരും ഹായ് പറയാത്തത്, കാരണം വീട്ടിൽ പോകണമല്ലോ, വീട്ടിൽ പോകണമെന്നല്ലോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എല്ലാ ക്ലാസ് റൂംസും നമുക്ക് സൺലൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഇതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തേക്ക് കാണാനുള്ള സൺലൈറ്റ് കിട്ടും. ഇപ്പൊ ഡേ ടൈമിൽ നമ്മൾ ലൈറ്റ് ഒന്നും ഇടാറില്ല, നാച്ചുറൽ ലൈറ്റ്സ് തന്നെയാണ്. ക്ലാസ് ടീച്ചർ അങ്ങനെ ഉണ്ടോ? ഉണ്ട്, ക്ലാസ് ടീച്ചർ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് ടീച്ചറും ഉണ്ടാവും. ഒരു ക്ലാസ് ടീച്ചറും ഒരു അസിസ്റ്റന്റ് ടീച്ചറും ഉണ്ട്. 15 to 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പൊ നാനി ഉണ്ടാവും. വാഷ്റൂംസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. Hi, how are you? I'm fine. How about you? Good. Actually, I came just to take the video and all. I heard that this is a home field center. So I need to know that as a parent, are you happy? Yeah, I'm extremely happy because here my daughter is feeling like it is a second home. Yeah, her smile feels like that. Hello. She's very happy actually. When I was inside also, she was like laughing, she's playing and all. Yeah. I feel like that. If I call means also she will not come. She will say, "Mommy, I want to go home." Or go to your home. She said her mind. This is her home. Okay. So for our viewers, you will suggest this Shamar Learning Center. Sure. Because they are providing very nice hospitality. They are caring their children as a mother. There are a lot of people out there. This is a word from a real mother actually. So I am capturing this moments also for the video. Yeah, it's very useful for the working women. Yeah, exactly. Basically, in other institutions, we couldn't expect this kind of the hospitality. But here they will provide as a grandmother, as a grandfather. Yeah. Even the owners are also acting like a grandmother, grandfather, and all. We can feel that when we are taking the video. Okay, even they will change their dresses and all. They will do all kind of works what we are doing in. Okay. Hello. Hi ma'am.
I'm good. How are What's you? your name? My name is Aida Makori. Okay, your parent dog? Yes, this is my daughter, Kyla Rangwan. Okay. She's in nursery class. Where you are from? I'm from Zimbabwe, Okay. Africa. Yes. Okay. How is your experience from Shamar Learning Center? Oh, I'm so grateful. As Kyla's parent, I'm so grateful. Okay. Because you know what? She's 2 years only now, Okay. but she's now talking everything. Everything. Because of Shama. Okay. Because she's here, always here. See, everybody From is Monday telling to about their Saturday. Yeah. okay. Everybody is telling about their hospitality and their enhanced capabilities, right? More than their age, they are telling all Yeah, the things, she's right? 2 years only, but she's now talking everything. So you are very happy, right? I'm so grateful. You are so great. Yeah, because she's developing, I can say, because of Shama, she's developing holistically. Oh, Which okay. is developing physically, intellectually, emotionally, and socially because Okay. of Shama. Okay, so you will suggest to other people also, right? From your nationality also? Yes, To yes, Shamar Learning Center. yes, of course, because this is It good was a for great me. feedback. Yes, Thank you so much. Okay, thank you. Hi, what's your name? ഷബീർ. ഷബീർ. Okay, മലയാളിയാണോ? അതെ, അതെ. ഓക്കെ, എങ്ങനെയുണ്ട് ഷമാർ ലേണിംഗ് സെന്ററിന്റെ എക്സ്പീരിയൻസ്? എത്ര നാളായി കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്? ഇത് സെക്കൻഡ് ചൈൽഡാണ്. ഫസ്റ്റ് ചൈൽഡ് ഓൾറെഡി 1 ഇയർ ആയിട്ടുള്ളത്. ഓക്കെ, ഫീഡ്ബാക്കിലാണ് സെക്കൻഡ് ചൈൽഡ്. സോ ഫസ്റ്റ് ചൈൽഡ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ബേസിസിലാണ് സെക്കൻഡ് ചൈൽഡിന്. അപ്പം അത്രയും ഹാപ്പി ആയിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ഇവരുടെ സർവീസസ് ഒക്കെ? എന്താണ് മെയിൻലി എടുത്തു പറയാനായിട്ട് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചിട്ട്? ഇവരെ കെയറിങ്, അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ചിന്തിക്കാത്തടത്ത് ഇവരെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നു. Okay. എല്ലാ കാര്യങ്ങളും Okay. ഇപ്പോൾ ഞങ്ങൾ ഐഷ നടത്തിയത്, ആ. ഐഷാന് ഓൾമോസ്റ്റ് 1-2 വീക്സ് ആയിട്ടുള്ളൂ. ആ. മോർ ദാൻ 1 month. ഓക്കെ, ഷീസ് മോർ ദാൻ She is capable more than her age, right? Okay. So ഇതാണ് അവർ പറയുന്നത്. കാരണം അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റും വളരെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് അവരുടെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റി അവർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ടീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഇവൻ പേരന്റ് തന്നെ അങ്ങനെ ഒരു റിവ്യൂ തരുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സമ്മർ ക്യാമ്പിലെ കുട്ടികളെ കാണാം അല്ലേ? കാരണം ജൂലൈ 1 എല്ലാവരും സ്റ്റാർട്ട് ചെയ്തില്ലേ? കാരണം ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്നില്ലേ സമ്മർ ക്യാമ്പിലേക്ക്? അപ്പൊ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് സമ്മർ ക്യാമ്പിലേക്ക്. അപ്പൊ ആ കുട്ടികളെ എന്താണ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. തീർച്ചയായിട്ടും.闪耀，看太阳落下去又回来，世界太多美妙。蝴蝶跳着动人的舞蹈，它的秘密没有人知道。每一个大雨悄悄过去，那是水的味道。天空还有多高？布谷鸟在身上走，唱着动人的歌谣，对着唱歌，把一切都忘掉。in Shama Palace. 到天 This 涯 camp is all about 你是 mission 勇 humanity. 敢的小鸟，那里有永恒的微笑，给我温暖的怀抱。 Every day is a new. I win. I am a winner. Good morning to you all. Good morning, ma'am. 春天过去，居然是夏天；夏天过去，原来是秋天；秋天过去，就算是冬天，从来没有烦恼，没有花香，也没有手稿，也没有迷人的外表，但我会陪你直到老，什么也不会计较。生命。